നമസ്കാരം പ്രിയപ്പെട്ടവരെ. 2025 പൂയം നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ ചാനൽ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണാത്തവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. പൂയം നക്ഷത്രക്കാർക്ക് 2025 വളരെ നല്ല സമയമാണ്. ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു കാലമാണ് 2025. ഒരുപാട് ധനമൊക്കെ വന്നു ചേരാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, അത് ഗവൺമെൻറ് ജോലിയായാലും പ്രൈവറ്റ് സെക്ടറിലായാലും ഒക്കെ നിങ്ങൾക്കത് അനായാസം നേടിയെടുക്കാനും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി, നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ജോലി തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നൊരു വർഷമാണ്. അതുപോലെ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ജോലിയിൽ അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകാനുള്ള ഒരു കാലമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങൾ മൂലമൊക്കെ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് അതൊക്കെ മാറിക്കിട്ടാനുള്ള ഒരു കാലമാണിപ്പോൾ. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിൽ നിങ്ങൾക്ക് നല്ല സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാവും. വസ്തുവൊക്കെ വിൽക്കാനിട്ടിരിക്കുന്നവർക്ക് വളരെ അനായാസത്തിൽ അത് വിറ്റ് ഒരുപാട് പണമൊക്കെ കയ്യിൽ വന്ന് ചേരാനുള്ളൊരു സമയമാണ്. പൊതുവേ പൂയം നക്ഷത്രക്കാർ വ്യക്തിബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഏത് കാര്യം നിങ്ങൾ ആഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് അനായാസം നേടിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി അല്പം പ്രയത്നമൊക്കെ വേണ്ടിവരും. എങ്കിലും അവസാനം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. എല്ലാ കാര്യത്തിലും ആത്മാർത്ഥതയും അതുപോലെ സത്യസന്ധതയും പുലർത്തുന്നവരാണ് പൂയം നക്ഷത്രക്കാർ. കുടുംബത്തിലാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കും കലഹവും ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളിലൊന്ന് വളരെയധികം ശ്രദ്ധിക്കണം. അകന്നു പോകാൻ പോലും ഉള്ളൊരു സാധ്യത കാണുന്നു. അതുകൊണ്ട് കൂടുതൽ വഴക്കൊന്നും ഇടാതെ വളരെയധികം രണ്ടുപേരും വളരെ സംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ബിസിനസ്സിലും അതുപോലെ ജോലിയിലുമൊക്കെ വളരെയധികം ഉയർച്ച നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമാണ്. ചെറിയ ചെറിയ കച്ചവടവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കടയൊന്ന് വിപുലീകരിക്കാനും അതുപോലെ കൂടുതൽ സാധനങ്ങളൊക്കെ കടയിൽ വാങ്ങി വച്ച് വലിയ രീതിയിൽ കച്ചവടമൊക്കെ നടത്തുന്നതിനുള്ള ഒരു കാലമാണ്. നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാലമാണ്. ശത്രുക്കളായിട്ട് നിന്ന സുഹൃത്തുക്കൾ പോലും നിങ്ങളിലേക്ക് അടുത്തു വരികയും അവരിലൂടെയൊക്കെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും. ഒരുപാട് മനസ്സന്തോഷമൊക്കെ കിട്ടുന്നൊരു കാലമാണ് 2025. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കും മംഗളകർമ്മങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഗൃഹനിർമ്മാണത്തിനും അതുപോലെ വിവാഹത്തിനുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയായിരിക്കും. നിങ്ങളുടെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ചാഞ്ചല്യപ്പെട്ടുകൊണ്ടിരിക്കും. എങ്കിലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഏത് കാര്യത്തിനിറങ്ങിയാലും അത് കൃത്യമായിട്ടും നടക്കുകയും ചെയ്യും. അല്പം മുൻകോപമുള്ളവരാണ് പൂയം നക്ഷത്രക്കാർ. എങ്കിലും പെട്ടെന്ന് തന്നെ ഇവർ ശാന്തരാകുന്നതായിട്ടും കാണാൻ സാധിക്കും. വളരെ വൃത്തിയിലും വെടിപ്പിലുമൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണിവർ. നല്ല വസ്ത്രമൊക്കെ ധരിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും എപ്പോഴും വൃത്തിയായി നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. അതുപോലെ തന്നെ നല്ലതുപോലെ കുടുംബത്തെ ശ്രദ്ധിക്കുന്നവരാണ്. കുടുംബത്തെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ടും അടുക്കും ചിട്ടയോടും കൂടി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നിങ്ങൾ പ്രശ്നത്തിലാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രശ്നത്തിലൊന്നും ചെന്ന് ചാടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസം പൊതുവേ കൂടുതലുള്ളവരാണ്. അതുപോലെ തന്നെയാണ് പൊതുവിജ്ഞാനമൊക്കെ. അതായത് വിദ്യാഭ്യാസത്തിലുപരിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇവർ
അറിവ് സമ്പാദിച്ചു വയ്ക്കുന്നവരാണ്. പ്രഭാഷണം പോലുള്ള രംഗങ്ങളിലൊക്കെ ഇവർക്ക് നല്ലതുപോലെ ശോഭിക്കാൻ കഴിയും. അതിലൂടെ ഒരുപാട് പ്രശസ്തിയൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നവരാണ്. പൊതുവെ അറിവ് കൂടുതലായിട്ടാണ് ഉള്ളവരായിട്ടാണ് ഈ നാളുകാരെ കാണുന്നത്. ഇവരെ ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് തർക്കിച്ച് തോൽപ്പിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അല്പസ്വല്പം തലക്കനമൊക്കെ കാണിക്കുന്നവരാണ് പൊതുവെ പൂയം നക്ഷത്രക്കാർ. കുറച്ച് ധാർഷ്ട്യമൊക്കെ ഇവരുടെ ആ ഒരു നടപ്പിലും എടുപ്പിലുമൊക്കെ കാണാൻ സാധിക്കും. ആരുടെയും മുന്നിൽ തലകുനിക്കാനൊന്നും ഇവർക്ക് ബുദ്ധിമുട്ടാണ്. ഇവർ എപ്പോഴും തല ഉയർത്തിപ്പിടിച്ച്, അതായത് ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാനൊക്കെ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മറ്റ് കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ മനസ്സിൽ ഉള്ളതൊക്കെ ഒന്ന് ചികഞ്ഞ് പുറത്ത് ചാടിക്കാനൊക്കെ ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉള്ളവരാണ്. കൂടാതെ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തികളും ഇവർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരല്ല. എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവരാണ്. ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഈ വർഷത്തിൽ നടന്നു കിട്ടുന്നതായിരിക്കും. അതുപോലെ കലാകാരന്മാരും കലാകാരികളുമൊക്കെ, അതുപോലെ കായിക മേഖലയിലെ, അതുപോലെ സാംസ്കാരിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഒരുപാട് ഉയർച്ചയൊക്കെ ഇവരെ തേടിയെത്തും. അവാർഡുകളും മറ്റുമൊക്കെ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്കും ജോലിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന, പഠിച്ച് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിരിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. എല്ലാ മേഖലയിലും ഏത് തൊഴിലിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു വർഷമാണ്. അതായത് നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിലോ അതുപോലെ ഡ്രൈവിംഗ് മേഖലയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് അനുകൂലമായിട്ടുള്ള സമയം വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതയുള്ളവർ അതൊക്കെ തീർത്ത് ഫ്രീ ആയി മാറാനുള്ള ഒരു കാലമാണ്. ഇപ്പോൾ ലോണൊക്കെ എടുത്ത് അതുപോലെ ചിട്ടിയുമൊക്കെ ഉള്ളവർക്ക് അതൊക്കെ അടയ്ക്കാനൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് അതൊക്കെ മാറിക്കിട്ടുന്ന, അല്ലെങ്കിൽ അതൊക്കെ അടച്ചു തീർക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് 2025. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർ അല്പം ഒന്ന് ശ്രദ്ധിക്കണം. വാഹനത്തിലൂടെ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇരുചക്ര വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം. കാർഷിക മേഖലയിലാണെങ്കിൽ ഇവർക്ക് വളരെ നേട്ടമുണ്ടാക്കാനുള്ള ഒരു സമയമാണ്. കൃഷി ചെയ്യുന്നവർക്കും അതുപോലെ ചെറിയ ചെറിയ കൊച്ചു കാർഷിക മേഖലയിൽ, അതായത് കുറച്ചൊക്കെ കൃഷി ചെയ്തു അതിലൂടെ ഉപജീവനം കഴിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കും. ഞാൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ധാരണയ്ക്കൊക്കെ അപ്പുറത്തായിരിക്കും നിങ്ങളുടെ ഉയർച്ച. ഇപ്പം നിങ്ങൾ പൂയം നക്ഷത്രത്തിലുള്ളവർ എനിക്ക് ഇത്രയൊക്കെ വന്ന് ചേരുള്ളൂ എന്നൊക്കെ നിങ്ങൾക്കൊരു ധാരണ കാണും. പക്ഷേ ആ ധാരണയ്ക്കൊക്കെ അപ്പുറത്തായിരിക്കും നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാകുന്ന ഉയർച്ച. അതുപോലെ തന്നെ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾക്ക് അസൂയ തോന്നും. നിങ്ങൾ പിടിച്ചാൽ കിട്ടില്ല. അതായത് നിങ്ങൾ പോലും ഉദ്ദേശിക്കാത്ത അത്രയും ഉയരത്തിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് കടമൊന്നും, മറ്റുള്ളവരിൽ നിന്ന് സാമ്പത്തികമായിട്ട് സഹായമൊന്നും സ്വീകരിക്കാതെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ ബിസിനസ്സും പിന്നെ ഒക്കെ പുതിയ ബിസിനസ്സുകളൊക്കെ നിങ്ങൾക്ക് കടമൊന്നും ആരുടെയും നിന്നും വാങ്ങിക്കാതെ തന്നെ നടത്താൻ കഴിയും, തുടങ്ങാൻ കഴിയും. പിന്നെ സന്താനങ്ങളെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സന്താനങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതലായിട്ട് ഉയർന്ന് പോകാനുള്ള ഒരു സാധ്യതയൊക്കെയുണ്ട്. പിന്നെ സന്താനങ്ങൾക്ക് നല്ല വിവാഹമൊക്കെ നടക്കാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത്
തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചെറിയ തടസ്സമൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. എങ്കിലും വർഷാവസാനം അതൊക്കെ ശുഭകരമായിട്ട് നടക്കും. ഇത്രയൊക്കെയാണ് പൂയം നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള വാർഷിക ഫലം. നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.